നമസ്കാരം. സൂപ്പർ ലീഗ് കേരളയ്ക്ക് കൊച്ചിയിൽ ഉജ്ജ്വല തുടക്കം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിൽ ആതിഥേയരായ ഫോഴ്സ കൊച്ചിയെ വീഴ്ത്തി മലപ്പുറം FC മിന്നും ജയം സ്വന്തമാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സമ്പൂർണ്ണമായി ഫാന്റസി ഫുട്ബോൾ ലീഗിന് ഒരു സംസ്ഥാനം തുടക്കം കുറിക്കുന്നുവെന്ന പ്രത്യേകതയോടെയാണ് സൂപ്പർ ലീഗ് എത്തിയത്. ഇന്ത്യയിൽ ഫുട്ബോൾ എത്തിയ കാലം മുതൽ കാൽപന്തിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ജനത സൂപ്പർ ലീഗിനെയും വരവേറ്റത് ആവേശക്കാഴ്ചയായി. ആരാധകരാൽ നിറഞ്ഞ സ്റ്റേഡിയം വലിയ പ്രതീക്ഷ നൽകുകയാണ്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ 6 ഫ്രാഞ്ചൈസികളായി വിഭജിക്കുമ്പോൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും സൂപ്പർ ലീഗ് ആവേശവും ടീമുകൾക്കായുള്ള ആരോഗ്യപരമായ ആരാധക പോരും പ്രതീക്ഷിക്കാം. മത്സരങ്ങൾ നടക്കുന്ന 4 സ്റ്റേഡിയങ്ങളും വരും ദിവസങ്ങളിലും നിറഞ്ഞു കവിഞ്ഞാൽ വരും സീസണുകളിലേക്ക് നമുക്ക് പ്രതീക്ഷയോടെ പോകാം. പ്രഥമ ടൂർണമെന്റിനെ കേരളം സ്വീകരിച്ചത് വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കിയാണ്. ബോളിവുഡ് താരം ജാക്ലിൻ ഫെർണാണ്ടസും സ്റ്റീഫൻ ദേവസിയും ശിവമണിയും ഡബ്സിയും അരങ്ങിലെത്തിയ നൃത്ത സംഗീത നിശ കാണികൾക്ക് ആവേശമായി. കേരളം വലിയ പ്രതീക്ഷയോടെയാണ് സൂപ്പർ ലീഗ് കേരളയെ കാണുന്നത്. വിദേശ പരിശീലകരും വിദേശ താരങ്ങളും എല്ലാ ടീമിന്റെയും ഭാഗമാണ്. 6 ടീമുകളെയും പരിശീലിപ്പിക്കുന്നത് വിദേശ പരിശീലകർ. എല്ലാ ടീമിലും വിദേശ താരങ്ങളുടെ സാന്നിധ്യം. യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും താരങ്ങളുടെ വരവ് കേരളത്തിന്റെ ഫുട്ബോളിന്റെ മേൽവിലാസം മാറ്റുമെന്ന് ഉറപ്പ്. ഓരോ മത്സരത്തിലും മലയാളി യുവതാരങ്ങളിൽ 4 പേർക്കെങ്കിലും അവസരമുണ്ടാകുമെന്നതാണ് പ്രത്യേകത. കളിക്കളത്തിൽ ഓരോ ടീമും അണ്ടർ 23 വിഭാഗത്തിൽ നിന്നുള്ള 2 പേരെ കളിപ്പിക്കണം. കളത്തിൽ 4 വിദേശ താരങ്ങൾ വരെയാകാം. ഇന്ത്യയുടെ മുൻ താരങ്ങൾ കൂടിയാകുമ്പോൾ കേരളത്തിലെ താരങ്ങൾക്ക് മുന്നേറാൻ മികച്ച അവസരമാണ് SLK. അതിലേറെ വിദേശ പരിശീലകരുടെ സാന്നിധ്യം യുവതാരങ്ങൾക്ക് ഗുണമാകും. സീസൺ മികച്ച രീതിയിൽ വിജയിച്ചാൽ അടുത്ത സീസണിൽ ടീമുകളുടെ എണ്ണം ഉയരുന്നതിനൊപ്പം കൂടുതൽ മികച്ച താരങ്ങളും പരിശീലകരും കേരളത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ടീമുകൾ പരിശോധിച്ചാൽ 91 മലയാളി താരങ്ങളാണ് സൂപ്പർ ലീഗിൽ കളിക്കുന്നത്. ടൂർണമെന്റിൽ ഏറ്റവും അധികം മലയാളി താരങ്ങളെ കളത്തിലിറക്കുന്ന ടീമാണ് കാലിക്കറ്റ്. വിദേശ താരം കെൻവൻസ് ബെൽഫോർട്ട് പരിക്കേറ്റ് പുറത്തായതിനാൽ കാലിക്കറ്റ് FCക്ക് മലയാളി താരങ്ങളുടെ കരുത്തിലാണ് പ്രതീക്ഷ. സ്കോട്ട്ലൻഡ് പരിശീലകൻ ഇയാൻ ഗില്ലിന്റെ ശിക്ഷണത്തിൽ ഇറങ്ങുന്ന ടീമിൽ 18 മലയാളി താരങ്ങളാണുള്ളത്. ക്യാപ്റ്റനും മലയാളി താരം ജിജോ ജോസഫ്. പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള ഫോഴ്സ കൊച്ചിയാണ് മലയാളി താരങ്ങളെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്ത 2ാമത്തെ ക്ലബ്ബ്. 17 മലയാളികളുണ്ട് ടീമിൽ. മലയാളികളുടെ അഭിമാന താരം ഇന്ത്യൻ ടീം മുൻ ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി ടീമിന്റെ സഹപരിശീലകനുമാണ്. പോർച്ചുഗൽ പരിശീലകൻ മെരിയോ ലെമോസാണ് ടീമിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. ബ്രസീലിയൻ പരിശീലകന്റെയും ബ്രസീലിയൻ താരങ്ങളുടെയും കരുത്തിലാണ് തിരുവനന്തപുരം കൊമ്പൻസ് കളത്തിലിറങ്ങുന്നത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം മഞ്ഞക്കടലാക്കാനുള്ള ഒരുക്കത്തിലാണ് കൊമ്പൻസ്. നായകൻ CK വിനീതാണ് തൃശൂർ മാജിക് FCയുടെ ആകർഷണം. ലിസ്റ്റിൻ സ്റ്റീഫനും നിവിൻ പോളിയുമാണ് ടീമിന്റെ ഉടമകൾ. സൂപ്പർ താരം IM വിജയനെയും ജോപോൾ അഞ്ചേരിയെയും CB പാപ്പച്ചനെയും എല്ലാം ജന്മം നൽകിയ തൃശൂരിൽ ആരാധകർ വലിയ ആവേശത്തിലാണ്. സ്പാനിഷ് കരുത്തിലെത്തുന്ന കണ്ണൂർ വാരിയേഴ്സ് FCക്ക് സഹ ഉടമയായ ആസിഫ് അലിയുടെ സാന്നിധ്യം ആരാധകർക്ക് ആവേശമാകുന്നു. പരിശീലകനും 5 വിദേശ താരങ്ങളും സ്പെയിനിൽ നിന്നാണ്. മലപ്പുറം FCയുടെ ഹോം ഗ്രൗണ്ടായ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലെ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ആദ്യ മത്സരം വിജയിച്ചത് മാത്രമല്ല, കൊച്ചിയിലെ ഗാലറി ആവേശം കൊള്ളിച്ചാണ് മലപ്പുറത്തുകാർ മടങ്ങിയത്. പയ്യനാട് സ്റ്റേഡിയം നിറയ്ക്കുമെന്നാണ് എതിരാളികൾക്കുള്ള വെല്ലുവിളി. രണ്ട് മാസം നീളുന്ന സൂപ്പർ ലീഗ് കേരളയ്ക്ക് തുടക്കം ഗംഭീരമായി. ഇനി ഫൈനലിലേക്ക് എത്തുന്ന നവംബർ 10 വരെ ഇതേ ആവേശം തുടരാനായാൽ വരും സീസണുകളിൽ കൂടുതൽ ടീമുകൾ എത്തിക്കാൻ സംഘാടകർക്കും പ്രതീക്ഷ നൽകും.